ചിത്രത്തിലൊക്കെ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച് തകർത്ത ആള് കൂടിയാണ് താങ്കൾ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അഭിനയ സാമ്രാട്ടിന്റെ കൂടെ അഭിനയിച്ചപ്പോഴുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അത് ഇവിടെ ഇപ്പൊ പങ്കുവയ്ക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. കാരണം ഓരോ പടത്തിലും ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന കോമ്പിനേഷന്റെ ഓരോ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതായത് ലാലുമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമ്മള് അഭിനയമല്ല, നമ്മൾ ജീവിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു സുഖം. ലാലിന്റെ കൂടെ ഒരുപാട് പടം ചെയ്ത എനിക്കൊന്നൊരു 100 പടത്തിന് മേളിൽ ലാലുമായിട്ട് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പ്രത്യേക രസമാണ്. അതായത് വളരെ കാഷ്വലായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരു മസിൽ പിടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒന്നുമില്ല. ഒരു വീട്ടിലെ കുടുംബ അംഗങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലുള്ള ചില സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്, വെറൈറ്റി ഓഫ് ടോക്കിംഗ്. പുതുതലമുറയിൽ ഒരുപാട് നടിമാരും നടന്മാരും ഈ ഒരു സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നൊരു സമയം കൂടിയാണ്. പുതിയ തലമുറയിലെ ഒരുപാട് പേര് ഒരു സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നൊരു സമയം കൂടിയാണ്. ഈ മോഹൻലാലിനെ പോലെ ഉള്ളവരിൽ നിന്നും ഇവർ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരുപാടുണ്ട്. മോഹൻലാലിനെ കൊണ്ട് മാത്രമല്ല, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. ഈ പറഞ്ഞ എന്നെ കണ്ടുപഠിക്കേണ്ട ഗതികളുണ്ട്. അതായത് ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് ഒരു ഹീറോ എടുത്ത്, അതൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറകൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. അത് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് അവരുടെ ഒരു രീതി, ഓഫ്കോഴ്സ് അവർക്കപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ പോവുകയാണ്. പക്ഷെ അതങ്ങോട്ട് പ്രൊലോങ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും നേരത്തെ ചെയ്തവരെങ്ങനെ ചെയ്തിരുന്നു, എന്താണ് അതിനകത്തുള്ളത്, പ്രത്യേകിച്ച് ലാലിനെ കണ്ട് പഠിച്ചേ പറ്റുള്ളൂ. ഒരു ഹീറോയിസം ആണെങ്കിലും വില്ലനിസം ആണെങ്കിലും ഏത് ക്യാരക്ടർ, നടനം, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹനം, ഇതെല്ലാം ചെയ്യും. അപ്പൊ അതിൽ വരുന്ന മുഖത്തെ ഭാവങ്ങളും ഭാവഭേദങ്ങളും അതൊക്കെ ഒരുപാട് കണ്ടുപഠിക്കാനുണ്ട്. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമ്മുടെ അനന്തപുരിയുടെ കൂടി സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനിൽ നിന്നും കണ്ടുപഠിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ആദരവ് സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ നമുക്കും അതിൽ അഭിമാനിക്കാം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.